ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. ഞാൻ അസുരാചാര്യനായ ഭാർഗവനെ, ശുക്രനെ, ഭൃഗോഹോ അപത്യം പുമാൻ ഭാർഗവ, ഭൃഗുപുത്രനായ ഭാർഗവനെ, ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ ശുക്രൻ്റെ പ്രാർത്ഥനാ ശ്ലോകമാകുന്നു ഇത്. ശുക്രൻ അസുരാചാര്യനാണ്. എല്ലാ ശാസ്ത്രത്തിലും കലകളിലും വളരെയധികം നിപുണനാണ്. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ് അസുരാചാര്യനായ ശുക്രനിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് അബലാഭോഗയാനാനി ശുക്ര, സ്ത്രീ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, ഇതൊക്കെ ചിന്തിക്കുന്നത്. എന്താണോ ഭൗതിക സുഖത്തിന് ഉചിതമായിട്ടുള്ളത്, ഇതിൻ്റെയൊക്കെ കാരകനാകുന്നു ശുക്രൻ. ശുക്രൻ ഉണ്ടാക്കുന്ന വലിയൊരു യോഗമാണ് മാളവ്യ മഹായോഗം. ശുക്രൻ കേന്ദ്രസ്ഥനായി, കേന്ദ്രമെന്നാൽ ലഗ്നം, 1-ാം ഭാവം, 4, 7, 10 ഈ ഭാവങ്ങളിലായി സ്വന്തം ക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ നിൽക്കുകയാണെങ്കിൽ അതിനാണ് മാളവ്യ മഹായോഗം എന്ന് പറയുക. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ്. സ്വക്ഷേത്രങ്ങൾ തുലാം മൂലക്ഷേത്രമാണ്, അപ്രകാരം തന്നെ ഇടവവും. ശുക്രൻ്റെ നീചക്ഷേത്രമാണ് കന്നി. കന്നിയിൽ ശുക്രൻ വളരെ ദുർബലമാണ്. പലപ്പോഴും അത്യന്തം നീചമായ കർമ്മങ്ങൾ ചെയ്തും കാശുണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. ശുക്രനും ചൊവ്വയുമൊക്കെ ഒന്നിച്ച് കന്നിരാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളെ വെച്ച് വ്യഭിചാരശാലകളൊക്കെ നടത്തി കാശുണ്ടാക്കുന്നവരെ നമുക്ക് കാണാം. അതേ ശുക്രൻ ഉച്ചസ്ഥനാണെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തി സാറെ പോലുള്ള ആളുകൾ സൂര്യ കലോത്സവം, വലിയ വലിയ ഡാൻസേഴ്സൊക്കെ വെച്ച് വലിയ രീതിയിൽ, അത് മറ്റൊരു തലത്തിലാണ്. അവിടെ ശുക്രൻ ആ തൗര്യത്രികത്തിൻ്റെ ധർമ്മം നിർവഹിക്കും. ആദ്യം പറഞ്ഞ സ്ഥലത്തോ ശുക്രൻ യഥാർത്ഥത്തിൽ വ്യാപാരമാണ്. സ്ത്രീകളെ വ്യഭിചരിച്ച് വിറ്റ് കാശുണ്ടാക്കുന്ന ധർമ്മം ശുക്രൻ ചെയ്യും. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുക്രൻ്റെ രാശിചാരത്തെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ശുക്രൻ മകരൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 2026 ജനുവരി 12-ാം തീയതി, അതായത് 1201 ധനുമാസം 28-ാം തീയതി മുതൽ കേവലം 24 ദിനങ്ങൾ മാത്രമാണ് ശുക്രൻ മകരരാശിയിൽ നിൽക്കുന്നത്. അതിൽ കുറേ ദിവസം ശുക്രൻ്റെ മൗഢ്യവുമുണ്ട്. കാരണം ശുക്രൻ സൂര്യനോടുകൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ മൗഢ്യത്തിന് പ്രസക്തിയില്ല. ഇവിടെ ശുക്രൻ സൂര്യനിൽ നിന്ന് മാറി അങ്ങോട്ട് നിൽക്കുകയാണ്. പക്ഷേ സൂര്യനും മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് 14-ാം തീയതി മുതൽ. 14-ാം തീയതി മുതൽ ഒരേ രാശിയിൽ വരും. അപ്പോൾ ആ മൗഢ്യത്തിൻ്റെ പ്രസക്തി കുറയും. അതിനാൽ 14-ാം തീയതി ഉച്ചയ്ക്ക് 2:15 മുതലുള്ള സമയം സൂര്യൻ മകരത്തിലേക്ക് സംക്രമിക്കുകയാണ്, ഉത്തരായനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ 2 ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 2 രാശിയിൽ നിൽക്കുന്ന മൗഢ്യമുള്ള ഗ്രഹം ദുർബലത പ്രകടിപ്പിക്കും. മൗഢ്യംഗതാസ്തേ വിബലാഹ, മൗഢ്യമുള്ള ഗ്രഹത്തിന് ഫലം വളരെ കുറയും. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുക്രൻ്റെ ഈ രാശിചാരത്തിലുള്ള സ്വഭാവങ്ങൾ എപ്രകാരം ഒരു വ്യക്തിക്ക് ശുഭാശുഭ യോഗങ്ങളെ, ശുഭാനുകൂല്യങ്ങളെ അഥവാ പ്രാതികൂല്യങ്ങളെ എപ്രകാരം സംഭവിക്കും, എപ്രകാരം ശുക്രൻ ചെയ്യുമെന്നാണ് നാം ചിന്തിക്കുന്നത്. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര സമൂഹമാണ് വൃശ്ചികൻ രാശി. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. ശുക്രൻ 2 ഭാവത്തിൻ്റെ അധിപനാണ്. ഒന്ന് 7-ാം ഭാവത്തിൻ്റെ ആധിപത്യമുണ്ട് ശുക്രന്. ആ ശുക്രൻ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. ഇവിടെ 3-ൽ നിൽക്കുന്ന ശുക്രൻ്റെ ഫലം അത്ര നല്ലതല്ല. കൃപണഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. പല കാര്യങ്ങളിലും പുറപ്പെട്ടാൽ തന്നെ പൂർണ്ണത എത്താതിരിക്കുക. പക്ഷെ അവിടെ ശുക്രൻ ഒരു ഉപജയരാശിയിലാണ്. 3-ാം ഭാവം ഉപജയരാശിയാണ്. ഉപജയരാശി വർധനവിനെ സൂചിപ്പിക്കുന്നു. പലപ്പോഴും വിവാഹ വിഷയത്തിൽ, യാത്രാ വിഷയത്തിലൊക്കെ പല തീരുമാനങ്ങളിലും ഈ ശുക്രൻ നന്മകൾ പ്രദാനം ചെയ്യും എന്നറിയുക. വിവാഹ വിഷയത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് കിട്ടുന്ന ചില നല്ല അനുഭവങ്ങൾ, അതൊക്കെ അനുകൂലമായി വരുന്ന ശുക്രനാണിത്. എങ്കിലും ഈ ശുക്രൻ പലപ്പോഴും രതി സ്ത്രീജനെ സ്ത്രീജനങ്ങളോടുള്ള രതി താല്പര്യം കുറയുക, അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾക്ക് തന്നോട് താല്പര്യം കുറയുക തുടങ്ങിയ വിഷയങ്ങളൊക്കെ അനുഭവിക്കുന്ന വാരമാണെന്നറിയുക. നല്ല ഫലമല്ല മുന്നിൽ നിൽക്കുന്ന ശുക്രൻ. എന്തിനും ഞാൻ പറഞ്ഞു, വിവാഹ വിഷയത്തിലൊക്കെ ഒരു ഉപജയരാശി നിൽക്കുമ്പോൾ ചില വർധനമൊക്കെ വരാം.
ബന്ധുനാശക, ബന്ധുക്കൾക്ക് ബുദ്ധിമുട്ടുകൾ വരിക. ഗുരു യസ്യ ദുശ്ശിൽക്കോ ദാനവാനാം, ദാനവന്മാരുടെ ഗുരു 3-ൽ നിൽക്കുമ്പോഴുള്ള ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ന പൂർണ്ണോ ഭവേൽ പുത്രസൗഖ്യ അഭി, സന്താനങ്ങളുണ്ടെങ്കിലും പുത്രൻ്റെ സൗഖ്യം കൊണ്ട് പൂർണ്ണതയില്ല. മക്കളുടെ പല പ്രവർത്തനങ്ങളും തനിക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. സേനാപതി കാതരോ ദാനസംക്രാമകാലെ, യുദ്ധം വരുമ്പോൾ ഭയന്ന് വിറച്ചു പോകും. ശത്രുക്കളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് യുദ്ധമാകണമെന്നില്ല, പരസ്പരം വാഗ്വാദങ്ങൾ തർക്കങ്ങളൊക്കെ വരുമ്പോൾ ഭയം വരും ആളുകളെ ഫേസ് ചെയ്യാൻ. മധ്യസ്ഥ ചർച്ചക്കൊന്നും ഈ 24 ദിവസം എൻ്റെ പ്രിയപ്പെട്ട വൃശ്ചിക രാശിക്കാർ പോകരുത്. അപ്രകാരം തന്നെ ദാനം ചെയ്യുമ്പോൾ വളരെയധികം ഭയം വരും. അതിനാൽ തനിക്ക് കഴിയുന്ന ദാനം മാത്രം താൻ പ്രോമിസ് ചെയ്യുക. അനാവശ്യമായി പെട്ടെന്നൊരു ആവേശത്തിൽ അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ നമുക്ക് പേരുദോഷം വരും, മാനഹാനി വരും. അതിനെ ഇടവരുത്തരുത്. തനിക്കാവുന്ന കർമ്മം മാത്രം ചെയ്യുക, ആവാത്തത് ചെയ്യാതിരിക്കുക. ഇവിടെ നിർബന്ധമായും വൈകല്യവാനാണ് ശുക്രൻ. സഹോദരങ്ങൾക്കൊക്കെ അത്ര ഗുണമുള്ള സമയമല്ല. തനിക്ക് തന്നെ ഈ ഒരു സമയം മനസ്സിന് അസ്വസ്ഥത ധാരാളം ഉണ്ടാക്കപ്പെടുന്ന ഒരു 24 ദിവസങ്ങളെന്നറിയുക. നിർബന്ധമായും ദേവീക്ഷേത്രത്തിൽ വിളക്ക് മാല പായസം വഴിപാടെ സമർപ്പിക്കുക. പ്രിയപ്പെട്ട വൃശ്ചിക രാശിക്കാർ, നമസ്തേ.